ഇത് എത്രയോ ദിവസങ്ങളായി ഈ ബോംബ് നിർമ്മാണം നടക്കുന്നു. ഈ ബോംബ് നിർമ്മിച്ച ബോംബുകൾ ഇതിനകം പല പ്രദേശങ്ങളിലേക്കും കൊടുത്തിട്ടുണ്ട്. ഇതേ പാനൂർ ഏരിയ കമ്മിറ്റിയിലാണ് 2015 ബോംബ് നിർമ്മാണം നടന്നത്. ആ ബോംബ് നിർമ്മാണത്തിൽ ഷൈജുവും സുബീഷും 2 പേർ കൊല്ലപ്പെട്ടു. അന്നത്തെ പാർട്ടി ഏരിയ സെക്രട്ടറി സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? പാർട്ടിക്ക് യാതൊരു പങ്കില്ലാന്നായിരുന്നു പറഞ്ഞത്. ഇന്ന് ഗോവിന്ദമാഷ് പറയുന്നത് പോലെ തന്നെ അന്നത്തെ പാർട്ടി സെക്രട്ടറിയും പറഞ്ഞത് പാർട്ടിക്ക് യാതൊരു പങ്കില്ല എന്നാണ്. എന്നാൽ ഇവരുടെ ഈ ഷൈജുവും സുബീഷും ഇപ്പോൾ CPM-ന് രക്തസാക്ഷികളാണ്. അവരുടെ രക്തസാക്ഷി മണ്ഡപമുണ്ടാക്കി അവിടെ കഴിഞ്ഞ വർഷം അനുസ്മരണം നടത്തിയതാരാണ്? CPM-ന് ജില്ലാ സെക്രട്ടറി MV ജയരാജനാണ്. പാർട്ടിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ ബോംബ് നിർമ്മാണത്തിൽ കൊല്ലപ്പെട്ട 2 പേർക്ക് വേണ്ടി അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് കഴിഞ്ഞ വർഷം നടത്തിയത് CPM-ന്റെ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ. പിന്നെ നടത്തിയത് ഇപ്പോൾ വടകരയിൽ ലോക്സഭാ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശൈല ടീച്ചർ, അതുപോലെ CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗം P ഹരീന്ദ്രൻ. കഴിഞ്ഞ വർഷം നടത്തിയത് ഇപ്പോൾ കണ്ണൂരിലെ ലോക്സഭാ സ്ഥാനാർത്ഥി MV ജയരാജൻ. അപ്പോൾ ഓരോ വർഷവും 2015 ശേഷം ഓരോ വർഷവും CPM-ന്റെ നേരിട്ടുള്ള അറിവോടെ, നേരിട്ടുള്ള നേതൃത്വത്തിൽ ഇവരുടെ അനുസ്മരണങ്ങളും അതുപോലെ രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ നിർമ്മാണമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു. അപ്പോൾ ഈ പാനൂർ ഏരിയ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ CPM-ന്റെ കൊലയാളികളുടെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റാണ്. ആ പ്രൊഡക്ഷൻ യൂണിറ്റിലെ നേതാവായിരുന്നു സഖാവ് കുഞ്ഞനന്ദൻ, അതുപോലെ MC അനൂപ്. ആ പ്രൊഡക്ഷൻ യൂണിറ്റിലെ കുറേ കൊലയാളികൾ ഇപ്പോൾ ജയിലിനകത്ത് കിടക്കുകയാണ്. അപ്പോൾ പുതിയ കൊലയാളികളെ പ്രൊഡക്ഷൻ യൂണിറ്റിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പരിശീലനം നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പരിശീലനത്തിനിടയിലാണ് ഇപ്പോൾ ബോംബ് സ്ഫോടനം ഉണ്ടാവുകയും ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തത്. അപ്പോൾ പാർട്ടി വരെ ഇപ്പോൾ തള്ളി പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ജനങ്ങൾക്കിടയിൽ നിന്നും പാർട്ടിക്കുള്ള പങ്കിനെ മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇക്കാര്യത്തിൽ പാർട്ടിക്ക് പങ്കുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇതിലെ മുഖ്യ സൂത്രധാരൻ നേരത്തെ പറഞ്ഞതുപോലെ ഷിജാൽ കുന്നോത്തുപറമ്പിലെ DYFIയുടെ യൂണിറ്റ് സെക്രട്ടറിയാണ്. ഇതിനകം അറസ്റ്റിലായ അമൽ ബാബു മീത്തല കുന്നോത്തുപറമ്പിലെ DYFIയുടെ യൂണിറ്റ് സെക്രട്ടറിയാണ്. അതുൽ മീത്തല കുന്നോത്തുപറമ്പിലെ DYFIയുടെ യൂണിറ്റ് ഭാരവാഹിയാണ്. സായൂജ് DYFIയുടെ കടുങ്ങാമ്പൊയിൽ യൂണിറ്റ് സെക്രട്ടറിയാണ്, യൂണിറ്റ് ഭാരവാഹിയാണ്. അശ്വന്ത് CITUവിൻ്റെ ഭാരവാഹിയാണ്. അപ്പോൾ ഇവരെല്ലാം പാർട്ടിയുമായി ബന്ധമുള്ളവർ. ഈ കൊല്ലപ്പെട്ട ഷെറിൻ, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നത് CPM-ന്റെ നേതാക്കന്മാരാണ്. അപ്പോൾ CPM-ന് പങ്കുണ്ട് എന്ന് ആരോപിക്കപ്പെടുന്ന ഒരു ബോംബ് നിർമ്മാണത്തിൽ കൊല്ലപ്പെട്ട ഒരാളുടെ വീട് നാട്ടിൽ ഏതെങ്കിലും ഒരാൾ മരിച്ചാൽ പോകുന്നത് പോലെയാണോ CPM നേതാക്കന്മാർ പോകുന്നത്? ഇത് വളരെ കൃത്യമാണ്. നേരത്തെ ബോംബ് നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ 2 പേർ കൊല്ലപ്പെട്ടപ്പോൾ ആ 2 പേരെ രക്തസാക്ഷികളാക്കിയതുപോലെ തന്നെ ഈ ഷെറിനെയും വരും വർഷങ്ങളിൽ പാർട്ടി രക്തസാക്ഷിയാക്കും. അതിനുവേണ്ടി ഫണ്ട് കളക്ഷൻ ഉണ്ടാവും, അതിനുവേണ്ടി മണ്ഡപം ഉണ്ടാക്കും, അതിൻ്റെ പേരിൽ പാർട്ടിക്ക് ഓഫീസ് ഉണ്ടാവും. ഇതെല്ലാം ഇനി ആ പ്രദേശത്ത് നടക്കാൻ പോവുകയാണ്. ഇപ്പോൾ പാർട്ടിക്ക് പങ്കില്ല എന്നൊക്കെ പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാത്രം മുന്നിൽ കണ്ടുകൊണ്ടുള്ള കണ്ണിൽ പൊടിയിടാനുള്ള ഒരു ഏർപ്പാട് മാത്രമാണ്. ഇതിനെതിരെ കേരളീയ മനസാക്ഷിയുടെ ഒരു പ്രതിഷേധം വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നത്, അതുപോലെ തന്നെ വടകരയിലെ ലോക്സഭാ സ്ഥാനാർത്ഥി ശൈല ടീച്ചറൊക്കെ പറയുന്നത് ഒരു ചെറിയ സംഭവത്തെ പർവ്വതീകരിക്കാനാണ് UDF ശ്രമിക്കുന്നതെന്നാണ്. ഇത് വിഷുവിനുണ്ടാക്കുന്ന പടക്കം പൊട്ടിയതല്ല, ആളെ കൊല്ലാനുള്ള ബോംബ് പൊട്ടിയതാണ്. അത് നിസ്സാര സംഭവമല്ല. ഈ ബോംബ് പൊട്ടുന്നതിന് മുമ്പേ കുറേ ദിവസങ്ങളായി അവിടെ ബോംബ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കുറേ പ്രദേശത്തേക്ക് ഈ ബോംബുകൾ കൊണ്ടുപോയിട്ടുണ്ട് എന്നതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളും
വരും ദിവസങ്ങളിൽ പുറത്തു വരും. പോലീസ് നിഷ്പക്ഷമായ അന്വേഷണം നടത്താത്തതുകൊണ്ട് മാത്രമാണ് ഇത് പുറത്തു വരാത്തത്. CBI പോലെയുള്ള ഒരു അന്വേഷണം നടന്നാൽ എവിടേക്കൊക്കെയാണ് ഈ ബോംബുകൾ കൊണ്ടുപോയത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കിട്ടും. അതുകൊണ്ടാണ് ഞങ്ങൾ CBI അന്വേഷണം ഈ ഘട്ടത്തിൽ ആവശ്യപ്പെടുന്നത്.